പ്രിയ സുഹൃത്ത്, ഒരു വിളിക്കപ്പുറം ഉള്ള ഒരാളാണ് സാക്ഷാൽ ലിസ്റ്റിൻ സ്റ്റീഫൻ. കഴിഞ്ഞ ദിവസം ഒരു റിവ്യൂവർ എന്നെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, അശ്വന്ത് എന്നെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ട് എന്നെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ 3 തവണ വിളിച്ചു. ലിസ്റ്റിൻ സ്റ്റീഫൻ വിളിക്കണമെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്ന് അറിഞ്ഞ് ഞാൻ ഫോണെടുത്ത് പളിയെ കുറിച്ച് ഒരാൾ നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞ സന്തോഷത്തിൽ അദ്ദേഹം ആനന്ദാശ്രയെ ഒഴിച്ചു. കാരണം ഒരു പൊട്ടനെ പറ്റി വേറെ ഏതോ ഒരു മലപ്പൊട്ടൻ പറയുകയാണെന്നുള്ള സന്തോഷമായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഉള്ളിൽ എന്ന് എനിക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഈയിടെയായിട്ട് അദ്ദേഹം സിനിമ, അപ്പൊ ഞാൻ ചോദിച്ചാൽ സിനിമയൊന്നും പ്രൊഡക്ഷൻ ഒന്നും ചെയ്യുന്നില്ലേ എന്ന് വെച്ചിട്ടില്ല. ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് തിയേറ്റർ വ്യവസായത്തിലേക്ക് പുള്ളി ഫോക്കസ് ചെയ്യുകയാണെന്നുള്ള കാര്യം ഞാൻ പിന്നീട് അറിഞ്ഞു അതിന് ശേഷം. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം അത് വലിയൊരു മണ്ടത്തരാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ വർഷവും ഇപ്പൊ സിനിമയുടെ എണ്ണം കുറഞ്ഞു, എല്ലാ വർഷവും 5-10 സിനിമ എഴുതുന്ന ലിസ്റ്റിൻ സ്റ്റീഫന്റെ സിനിമകളാണ് അദ്ദേഹത്തിന്റെ തിയേറ്ററിൽ തന്നെ ഓടിച്ച് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ സിനിമയില്ലാത്തതുകൊണ്ട് തിയേറ്റർ വ്യവസായത്തിന്റെ കേടുപാട് പറ്റിയിട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും മകനെ മടങ്ങി വരും, പ്രൊഡക്ഷനിലേക്ക് തിരിച്ചു വരും, നിങ്ങളുടെ സിനിമകൾ നിങ്ങൾ തന്നെ തിയേറ്ററിലേക്ക് ഓടിക്കൂ എന്നുള്ള അഭ്യർത്ഥനയും കൊണ്ട് ലിസ്റ്റിൻ സ്റ്റീഫനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ലാസ്റ്റ് ബട്ട് ദ നോട്ട് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞ പോലെ 2 പേരുണ്ട്. രണ്ടുപേരെ കുറിച്ച് പറഞ്ഞേ വെച്ചുകൊണ്ട് ദിലീപേട്ടനും നമ്പിയും. അതിൽ പ്രധാനമായിട്ടും ദിലീപേട്ടൻ ഒന്നുമില്ല. അച്ഛൻ പോയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു കഴിഞ്ഞ വർഷം പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് അവസാനം ഓടിയ പടം, ഓർമ്മയിൽ എന്നും ഉണ്ടാവും. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ചിലപ്പോൾ പല ബന്ധങ്ങളും സിനിമ കഴിയുന്നതോടുകൂടി അത് പലപ്പോഴും ഇല്ലാതാവും. ആ സിനിമ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അച്ഛൻ പോയതിന് ശേഷം ആയിക്കോട്ടെ പലരും വിളിക്കാറുണ്ട്, പലരും ചിലർ കാണുമെന്ന് പറയാറുണ്ട്. പക്ഷേ എല്ലാ മാസത്തിലും 2 ആഴ്ച കൂടുമ്പോൾ ദിലീപേട്ടൻ്റെ ഒരു ഫോൺ വിളി ഉണ്ടാവും. എല്ലാം ഓക്കെ അല്ലേ എന്ന് പറഞ്ഞൊരു ഫോൺ വിളി ഉണ്ടാവും. അതിനിടയിൽ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അന്ന് പോയി അച്ഛൻ്റെ മരണസമയത്ത് വന്ന പലരും തന്നെ പിന്നീട് വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ കാണാൻ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ എപ്പോഴും വിളിച്ച് അമ്മ ഓക്കെ അല്ലേ അല്ലെങ്കിൽ നീ ഓക്കെ അല്ലേ എന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരാളാണ്. അതിലിപ്പോൾ അടുത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. 3-4 തവണ വിളിച്ച് ഞാൻ ഫോൺ എടുത്തില്ല. എന്നോട് പറഞ്ഞു എനിക്ക് അമ്മയൊന്ന് കാണണം, ചേച്ചിയും കൂട്ടി ഞാൻ അങ്ങോട്ട് കാവേരിയും കൂട്ടി വരുന്നുണ്ട്, നീ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോഴും അച്ഛൻ പോയതിനു ശേഷവും അമ്മയെ കാണാൻ വേണ്ടി അദ്ദേഹം വരാനിരുന്നാണ്. ഞാൻ കാരണം അത് മുടങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോഴും ആ കരുതലും സ്നേഹവും അതെപ്പോഴും ഉണ്ടാവണേ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. ഇങ്ങോട്ട് ഞാൻ വിളിച്ചപ്പോൾ ഞാനാണ് വിളിച്ചതിന് വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നതിന് ഒരുപാട് സന്തോഷവും നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ലാസ്റ്റ് വീണ്ടും നവ്യയിലേക്ക് പറയുമ്പോൾ ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോൾ മാറ്റിവെക്കുന്നു പറഞ്ഞു. നവ്യ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ ആ ഒരു ഇതിലാണ് നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി വിട്ട് ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് നമ്പറല്ല, CM നമ്പി ഉണ്ടാവുന്ന എല്ലാ പ്രതീക്ഷയോടെ ഞാൻ നിൽക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് രാവിലെ തന്നെ മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചാണ് പറഞ്ഞത് ഇങ്ങനൊരു എൻ്റെ ഒരു പടത്തിൻ്റെ പൂജയുണ്ട്, ചേച്ചിയുണ്ട്, നമ്പിയുണ്ട്, പിന്നെ മറ്റുള്ള വേറെ ഒരുപാട് ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്, ചേട്ടൻ വരണം. ഞാൻ എന്ന് പറയുന്നത് വിനീതിനെ ഞാനൊക്കെ ചെറുപ്പകാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ശ്രീനേട്ടൻ്റെ മക്കൾ. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലം മുതൽ ശ്രീനേട്ടനായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു.
എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ശ്രീനേട്ടൻ്റെ നർമ്മവും പ്രസൻസ് ഓഫ് മൈൻഡ്, സെൻസ് ഓഫ് ഹ്യൂമർ, ആ ഒരുപാട് കാര്യങ്ങൾ. ധ്യാനെ ഞാൻ കാണുന്ന പുതുതലമുറയിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു കലാകാരൻ, എഴുത്തുകാരൻ, സംവിധായകൻ, ഇനി മുന്നിലേക്ക് നിർമ്മാതാവ്, വിതരണക്കാരൻ, അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് ധ്യാൻ വന്നേക്കാം. ഇന്നിവിടെ ആരെയും നോക്കാതെ, മുഖം നോക്കാതെ തന്നെ നിലപാടിൽ ഉറച്ചു വളരെ സരസമായി സംസാരിക്കുന്ന ധ്യാനിനെ എല്ലാവരും ആശംസകൾ നേരുന്നു. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, ഞങ്ങളുടെ ഏറ്റവും കൂടുതലായിട്ടുള്ള ബുദ്ധിമാനായ നല്ല സരസ്വത പേര് ഞാനോട് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ഇടയ്ക്ക് പറയാതെ ഇതൊന്നും ഇന്നും പോയി പറയില്ലടാ. കാരണം നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ എന്ത് പറയുമ്പോഴും അതിന് നർമ്മമുണ്ടെങ്കിൽ അത് വേറെ ആൾക്കാർ അറിഞ്ഞിരിക്കും അല്ലേ. എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ നൽകാൻ സാധിച്ചത്, ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചത്. അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായികയാണ് ചേച്ചി. ഞാൻ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമ ലോകത്ത് വന്നിട്ട് ആദ്യമായിട്ട് ഫസ്റ്റ് ഡയറക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നത് ചേച്ചിയുടെ ലാലേട്ടൻ്റെ മുമ്പിലാണ്. അതിനുശേഷം ചേച്ചിയുടെ കൂടെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ചേച്ചിയുടെ പേരായിട്ട് അങ്ങനെ ഒരു കഥാപാത്രമായ മീൻസ് അങ്ങനെ ഒരു സിനിമ ചെയ്യണം. കേശു ഈ വീടിൻ്റെ നാടൻ എന്ന സിനിമയിൽ ചേച്ചിയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനൊക്കെ സാധിച്ചു. കാരണം ഞങ്ങളുടെ ഒരു വണ്ടർഫുൾ ആക്ട്രസ് എന്ന് പറയുന്നത് എടുത്തു പറയുന്നത് ഒരാൾ തന്നെയാണ് ചേച്ചി. ചേച്ചി അവിടെ നിന്ന് വന്നിട്ടില്ല. അതുപോലെ എനിക്ക് പ്രിയപ്പെട്ട ഒരു നായികയാണ് നവ്യ. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിനിമകളെല്ലാം വലിയ വിജയങ്ങളായിട്ടുള്ള സിനിമകൾ തന്നെയാണ്. 150 ദിവസം കൂടിയ സിനിമകളായിരുന്നു. അപ്പം അവരൊക്കെ ഒരുമിക്കുന്ന ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ. ഇതിൻ്റെ നിർമ്മാതാവ് ഗഫൂർ മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു നിർമ്മാതാവായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇതിൻ്റെ സംവിധായകൻ്റെ പേര് രാഹുൽ മുരളീധരൻ അല്ലേ, അദ്ദേഹത്തിനും എല്ലാവരും ആശംസകൾ നേരുന്നു. നീതു പുതിയ പുതിയ സിനിമകൾ ഉണ്ടാകട്ടെ, നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഈശ്വരനും നന്മകളും നേരുന്നു. ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.